2026 കേരളത്തിൽ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമാകുവാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞു. മിഷൻ 2026 തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു താമര വിരിഞ്ഞപ്പോൾ രാഷ്ട്രീയ കേരളത്തിന് അത് ഒരു അത്ഭുതമായി മാറി. എന്നാൽ BJPക്ക് അതൊരു ആവേശവും. ഈ ആവേശം മുൻനിർത്തിക്കൊണ്ടാണ് മിഷൻ 2026 എന്ന പദ്ധതിയുമായി BJP മുന്നോട്ടിറങ്ങുന്നത്. തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതെത്തിയത്. മറ്റ് 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മാത്രമല്ല, ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥലത്ത് പോലും BJPക്ക് വോട്ട് കൂടി. എന്തിനു പറയാൻ, പിണറായിയിൽ പോലും BJPക്ക് 100 വോട്ടുകൾ കൂടി. സുധാകരന്റെ മണ്ഡലത്തിലും വോട്ടുകൾ വർദ്ധിച്ചു. ഇതെല്ലാം ആവേശമായിക്കൊണ്ട് BJP മുന്നോട്ടിറങ്ങുകയാണ്. ഏതാണ്ട് 40ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 35,000-ന്റെ മുകളിൽ BJPക്ക് വോട്ട് ലഭിച്ചു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് കേരളം പിടിക്കുക എന്നൊരു മിഷനുമായി BJP മുന്നോട്ടിറങ്ങുന്നത്. 15 നിയമസഭാ സീറ്റെങ്കിലും കൈക്കലാക്കുവാനാണ് ഈ ശ്രമം എന്നാണ് റിപ്പോർട്ടുകൾ. അത് 60 വരെ പോയാലും അത്ഭുതമില്ല എന്നാണ് BJP കണക്കുകൂട്ടുന്നതും. ശബരിമല പ്രക്ഷോഭ കാലത്തു പോലും CPM വോട്ടുകൾ BJPക്ക് ഇത്ര കണ്ട് ചോർന്നു കിട്ടിയിട്ടില്ല. അതെല്ലാം ആവേശമാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ ഇടങ്ങളിൽ കടന്നു കയറി വോട്ടുകൾ സംഭരിക്കലാണ് BJPയുടെ ആദ്യ ലക്ഷ്യം. മിഷൻ 2026 എന്ന ടാർഗറ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ സകല ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ മുൻനിർത്തി വർക്ക് ചെയ്യാനുള്ള പരിപാടികൾ BJP തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്ത്യൻ വോട്ടുകളും ഈഴവ വോട്ടുകളും വൻതോതിൽ BJPക്ക് വീണ ഒരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുമായി ചേർന്ന് അവരുമായി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് BJP ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ശക്തമാക്കും. മിഷൻ 2026 എന്ന ഈ BJPയുടെ പുതിയ പദ്ധതിയിൽ ആദ്യ പരീക്ഷണമായി അവർ നോക്കിക്കാണുന്നത് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ആലത്തൂരും പാലക്കാടുമാണ് ഈ നിയമസഭാ മണ്ഡലങ്ങൾ. ആലത്തൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ക്രമാതീതമായി വോട്ട് വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം. പാലക്കാട് ലക്ഷ്യം ഇത്തിരി കൂടി കൂടുതലാണ്, 1ാം സ്ഥാനത്തെത്തുക. നേമത്ത് നഷ്ടപ്പെട്ട നിയമസഭാ സീറ്റ് പാലക്കാടിലൂടെ വീണ്ടും കൊണ്ടുവരിക എന്ന ലക്ഷ്യവും BJPയിലുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രവർത്തനങ്ങളാണ് BJPയും RSSും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും BJP പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്താവുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.